Portrayal of women in media. അതായത് മാധ്യമങ്ങൾ എങ്ങനെ സ്ത്രീകളെ ചിത്രീകരിക്കുന്നു. ഇതിനെ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് മാത്രമാണ്. ഇതിൽ ഗ്രാഫിക് ഇമേജസും സെക്ഷൽ കണ്ടന്റും ഡൊമസ്റ്റിക് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇതിന്റെ റെക്കമെൻഡഡ് ഏജ് അബൌവ് 18 ആണ്. അപ്പോൾ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് മീഡിയ ആവാം, ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ മാഗസീൻസ്, പിന്നെ ഇലക്ട്രോണിക് മീഡിയ ആവാം, TV, ഫിലിം, റേഡിയോ, ന്യൂ മീഡിയ. ഈ ന്യൂ മീഡിയ എന്ന് പറയുന്നത് ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ്, സോഷ്യൽ മീഡിയ, ഇതൊക്കെ ന്യൂ മീഡിയ ആണ്. അപ്പോൾ ഒരു ദിവസം ഒരു കൺസ്യൂമർ 5,000+ ആഡ്സും ബ്രാൻഡ് എക്സ്പോഷേഴ്സ് ആയിട്ട് എക്സ്പോസ്ഡ് ആവണം. ഈ ബ്രാൻഡ് എക്സ്പോഷർ എന്ന് പറയുന്നത് നിങ്ങൾ പുറത്ത് നടക്കുമ്പോൾ, പുറത്ത് പോകുമ്പോൾ കാർസ് കാണുന്നു, അല്ലെങ്കിൽ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു സോസ്, ജാം, ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ കാണുന്നു. ഇതെല്ലാം ബ്രാൻഡ്സ് ആണ്. അപ്പോൾ ഇത്ര ബ്രാൻഡ് എക്സ്പോഷേഴ്സ് ഒരു ദിവസം റഫ്ലി 5,000 ആവറേജ് ആയിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം മീഡിയയുടെ മുകളിൽ 10.7 hours ആണ്. അതിന്റെ 57% ഡിജിറ്റൽ ടൈമാണ്. ദാറ്റ് ഈസ് വാട്ട് യു സ്പെൻഡ് ഓൺ PC ആൻഡ് മൊബൈൽസ്. അതിന്റെ അതായത് 5.6 hours ഡിജിറ്റൽ ടൈം തന്നെയാണ്. അതിന്റെ 48% സോഷ്യൽ മീഡിയയുടെ മുകളിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര സമയം നമ്മൾ ഡെയിലി മീഡിയയുടെ മുകളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ് സെക്സ് സെൽസ്. പക്ഷെ സെക്സ് എന്താണ് സെൽ ചെയ്യുന്നതെന്ന് പലപ്പോഴും നമുക്ക് കണ്ടാൽ മനസ്സിലാവാറില്ല. മീഡിയ കണ്ടാൽ മനസ്സിലാവില്ല. അത് ഒരു സിമെന്റിന്റെ ആഡാണ്, ഫ്ലോർ കവറിംഗിന്റെ ആഡാണ്. ഇതിലൊക്കെ ഒരു വുമന്റെ ബോഡിയോ സെക്ഷുവാലിറ്റി ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത സംഭവങ്ങളാണ്. നമ്മൾ വെസ്റ്റേൺ ആഡ്സ് കണ്ടാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇതിലൊരു പഠനം നടത്തിയത് ജെൻഡർ റോൾ പോർട്രയൽസ് ഇൻ TV അഡ്വർടൈസിംഗ് അക്രോസ് ദ ഗ്ലോബ് 2016 വന്നതാണ്. ഇത് 1,755 ആഡ്സ് ഫ്രം 13 കൺട്രീസ് നോക്കിയപ്പോൾ കുറച്ച് ജനറലൈസേഷൻസ് കിട്ടിയത് ഇങ്ങനെയാണ്. അതായത് ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഈവൻ പ്രോഗ്രസീവ് കൺട്രീസിൽ ഈ ജെൻഡർ ഗ്യാപ്പ് ഭയങ്കര കുറവില്ല കൺട്രീസിൽ പോലും മീഡിയ ആ പ്രോഗ്രസീവ്നെസ് റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതായത് അങ്ങനത്തെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കൺട്രീസിൽ പോലും മീഡിയയിൽ സ്ത്രീകളെ കാണിക്കുന്നത് പൊതുവെ ട്രഡീഷണൽ ജെൻഡർ റോൾസിൽ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൊസൈറ്റിയിൽ ഇതൊന്നും കൂടി ഈ ട്രഡീഷണൽ ജെൻഡർ റോൾസ് ഒന്നും കൂടി റീഇൻഫോഴ്സ്ഡ് ആവുകയാണ്. അപ്പൊ എൻ്റെ ഒരു പഴയൊരു സ്റ്റോറിയാണ്. ഞാൻ ഒരു 14 years ആയിരുന്നപ്പോൾ ആദ്യമായിട്ട് അമ്മയ്ക്ക് ഒരു പൊതുവെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഗിഫ്റ്റ്സ് ആയിരുന്നു അതുവരെ കൊടുക്കാറില്ല. അത് ബർത്ത്ഡേക്ക് ഒരു കാസറോൾ കൊടുക്കാൻ തീരുമാനിച്ചു. അച്ഛൻ്റെ കൂടെ മണി ഇതാക്കിയിട്ട് ഞാൻ ശേഖരിച്ചിട്ട് അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്തത് ഒരു കാസറോൾ ആയിരുന്നു. അപ്പൊ അമ്മ അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കി തരുന്ന ഗിഫ്റ്റ്സ് ഒക്കെ മതി എനിക്ക്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്മ ഒരു ദിവസം പറഞ്ഞത്, ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് എങ്ങനെയാവണേ മോളെ, എനിക്ക് ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് കണക്കാക്കാം, ബട്ട് ഹൗ ഇസ് ഇറ്റ് എ ബർത്ത്ഡേ ഗിഫ്റ്റ്? അപ്പൊ ഇപ്പോഴാണ് എനിക്കിത് ശരിക്കും തലയിൽ ഓടിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആഡ്സ് കാണുന്ന എല്ലാം ഇങ്ങനെയാണ്. അതായത് ദിവാലി ഗിവ് യുവർ വൈഫ് വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ ഗിവ് യുവർ ഗേൾ ഫ്രണ്ട് മിക്സി. നമ്മൾ ആണുങ്ങൾക്ക് എപ്പോഴെങ്കിലും വാക്യൂം ക്ലീനർ കൊടുക്കും അവരുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ദിവാലി ഗിഫ്റ്റ് ആയിട്ട്. അപ്പൊ ഇറ്റ്സ് ഓക്കെ വെൻ ഇറ്റ് ഇസ് ഡൺ ടു എ വുമൻ. അപ്പൊ ഇതൊക്കെ മീഡിയ ആണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഇങ്ങനത്തെ ഒരു ഐഡിയ. അപ്പൊ ഗ്ലോറിയ സ്റ്റീനം പറഞ്ഞിരിക്കണത് എന്താന്ന് വെച്ചാൽ മീഡിയ ക്രിയേറ്റ്സ് ദ ഐഡിയ ഓഫ് നോർമൽ. ഈ നോർമൽ മേ നോട്ട് ബി ആക്യുറേറ്റ്, പക്ഷെ ഇറ്റ് ക്രിയേറ്റ്സ് ദി ഐഡിയ ഓഫ് നോർമൽ ആൻഡ് ഫോർ ഗ്രൂപ്പ്സ് ഹു ആർ ഓൺ ദ പെരിഫറി. ഇഫ് വി കാൺ സീ ഇറ്റ് വി കാൺ ബി ഇറ്റ്. അതായത് നമ്മൾ മീഡിയയിൽ കാണുമ്പോൾ സയന്റിസ്റ്റ് ആയിട്ടൊക്കെ മെയിൽസിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും സയന്റിസ്റ്റ് ആവുന്നില്ല വിചാരിക്കില്ല. ഇതിന്റെ ഒരു നല്ല എക്സാമ്പിൾ വൂപ്പി ഗോൾഡ്ബർഗ്. അവരൊരു ഓസ്കർ വിന്നറാണ്. അവർ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നിഷേൽ നിക്കൽസ് ഒറിജിനൽ സ്റ്റാർ ട്രെക്കിൽ ലെഫ്റ്റനന്റ് ഊറായിട്ട് ആക്ട് ചെയ്ത് കണ്ടപ്പോൾ സന്തോഷ് അമ്മയുടെ അടുത്ത് പറഞ്ഞത്, "There's a black lady on TV and she ain't no maid." മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിരിക്കുന്നത്, "It was the first non-stereotypical role portrayed by a black woman in television history." അതുവരെ ഈ ബ്ലാക്ക് സ്ത്രീകളെല്ലാം മെയ്ഡ്സ് ആയിട്ടാണ് അഭിനയിച്ചിരുന്നത് ടിവിയിൽ. അപ്പൊ ഇങ്ങനെ ഇഫ് വി കാൺ സീ ഇറ്റ് വി കാൺ ബി ഇറ്റ്. അതാണ് മീഡിയയുടെ ഒരു ഈ ഐഡിയ ഓഫ് ദ നോർമൽ ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഈ 6 month old ചൈൽഡ് ബേബി തന്നെ ബ്രാൻഡ് ലോഗോ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ മാർക്കറ്റേഴ്സ് ആർ ബേസിക്കലി അതിന്റെ മുകളിലാണ് ഇപ്പൊ പുതിയ സ്ട്രാറ്റജി എയിംഡ് അറ്റ്
even babies. പിന്നെ അഡോൾസെന്റ് ഏജിൽ നമ്മൾ അത് മീഡിയനെയാണ് സിംഗിൾ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സോഴ്സ് ആയിട്ട് കണക്കാക്കണേ വിത്ത് റെസ്പെക്ട് ടു ബോഡി ഇമേജ്. അപ്പോഴാണ് ബോഡി ഇമേജ് ഉണ്ടാവണേ. അപ്പൊ ഈ മീഡിയ എന്താ കാണിച്ചു കൊടുക്കണേ സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ യു ആർ വർത്തി ഓൺലി ഇഫ് എ മെയിൽ ഡിസയേഴ്സ് യു. ആൻഡ് മെയിൽസിന് എന്താ മെസ്സേജ് കൊടുക്കണേന്ന് വെച്ചാൽ എ വുമൻ ദ ഓൺലി തിങ് വർത്തി അബൌട്ട് ഹെർ ഇസ് ഹെർ ലുക്സ്. ഇതാണ് നമ്മളെ ബേസിക് മീഡിയയുടെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ ടീൻസിന്റെ ഒരു പൊതുവെ ഒരു ജനറൽ സർവേ എടുത്തപ്പോൾ പല ടീൻസും പറയുന്നത് ആഫ്റ്റർ സെക്സ് എഡ്യൂക്കേഷൻ മീഡിയ ഇസ് ദ ബിഗസ്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ ഇന്ത്യ മാതിരിയുള്ള കൺട്രീസിൽ വേർ ദർ ഇസ് നോ സെക്സ് എഡ്യൂക്കേഷൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സിറ്റുവേഷൻ വിൽ ബി ലൈക്ക്. അപ്പം കമ്മിങ് ടു ദ പ്രോബ്ലം, വാട്ട് ഇസ് ദ പ്രോബ്ലം with media? First of all, stereotypes. നമ്മൾ സ്റ്റീരിയോടൈപ്സ് നമ്മൾ ഐദർ ദ വുമൻ വിൽ ബി ഒരു സംസ്കാരി ആയിരിക്കും, അല്ലെങ്കിൽ സിഡക്ട്രസ്, അല്ലെങ്കിൽ വാംപ്സ് എന്ന് പറയാറില്ല. പണ്ട് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാറില്ല ഒരു ടേം വാംപ്സ് എന്നായിരുന്നു. അത് ജെസിക്ക വാലന്റി പ്യൂരിറ്റി മെത്ത് എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലും വിമന്റെ വർത്ത് ഇസ് കണ്ടിൻജന്റ്. അതായത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൺ ദിയർ എബിലിറ്റി ടു പ്ലീസ് മെൻ ആൻഡ് ഷേപ്പ് ദിയർ സെക്ഷൽ ഐഡന്റിറ്റീസ് അറൌണ്ട് വാട്ട് മെൻ വാണ്ട്. അപ്പൊ കുറെ സ്റ്റഡീസ് ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സെക്സ് ഇമേജ് ആഡ്സ് കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ്, സെക്ഷൽ അഗ്രഷന്റെയും ലോവർ അക്സെപ്റ്റൻസ് ഓഫ് ഫെമിനിസം, ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇഫ് യു ആർ എക്സ്പോസ് ടു സെക്സ് ഇമേജസ്. ആൻഡ് സെക്ഷലി വയലന്റ് മീഡിയ ആയിട്ട് എക്സ്പോസ്ഡ് ആവുന്ന ആൾക്കാർക്ക് തോട്ട് പാറ്റേൺസ് ഉണ്ടാവും ദാറ്റ് സപ്പോർട്ട് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ. കുറെ സ്റ്റഡീസ് ഉണ്ട് ഇങ്ങനെ. ഇത് ഞാൻ ജസ്റ്റ് ഒരു രണ്ടെണ്ണം ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ AL ശാരദ അവരൊരു പ്രോഗ്രാം ഡയറക്ടറാണ് ഒരു NGOയുടെ. അവർ കുറെ ആഡ്സ് ഇങ്ങനെ എടുത്തിട്ട് നോക്കിയപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ആഡ്സിൽ പൊതുവേ 2 ബോയ്സ് അല്ലെങ്കിൽ കൂടി വന്ന ഒരു ബോയ് ഒരു ഗേൾ ആയിരിക്കും ഒരു ഫാമിലിയിൽ. 2 ഗേൾസ് അധികം കാണില്ല. ആൻഡ് ബോയ്സ് ഡിഫറെന്റ് ഷേപ്സ്, സൈസസ്, മൂഡ്സ്, പല 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 കാര്യങ്ങൾ ചെയ്യണു. പക്ഷെ ഗേൾസ് എപ്പോഴും ഭയങ്കര കുറവില്ല ആഡ്സിലെ ഗേൾസിനെ കാണുള്ളൂ. അവരുണ്ടെങ്കിൽ തന്നെ ബ്യൂട്ടി ആഡ്സ്, എല്ലാ ബ്യൂട്ടി പ്രൊഡക്റ്റ് ആയിരിക്കും, സോപ്പൊക്കെ ആയിരിക്കും, അമ്മയുടെ കൂടെ ആയിരിക്കും. ആൻഡ് ഒരു സ്റ്റീരിയോടിപ്പിക്കലി ചാറ്റർ ബോക്സസ് അല്ലെങ്കിൽ സ്വീറ്റ് ഡെലിക്കേറ്റ് തിങ്സ് ആയിരിക്കും അവരെ പ്രൊജക്ട് ചെയ്യാം. പിന്നെ ഉള്ള സ്റ്റീരിയോ ടൈപ്പ് ഇങ്ങനെയാണ്. അതായത് രാവിലെ തന്നെ അമ്മ എണീറ്റിട്ട് വിതൗട്ട് എനി കംപ്ലൈന്റ് ഈ കോക്രോച്ചിന്റെ മാതിരി 6 limbs ആയിട്ട് ഷീ ഈസ് പ്രിപ്പയറിംഗ് ഫുഡ് ഫോർ 10 different people. 10 different food is being prepared within minutes. ഇതെല്ലാം ഇങ്ങനത്തെ ഒരു സ്റ്റീരിയോ ടൈപ്സ് ആണ്. അപ്പൊ ഈ ജോഷി കമ്മിറ്റി 1974 ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് വൈഫ്സ് ആൻഡ് മദേഴ്സ് ആയിട്ടൊക്കെ മാത്രമേ ഒരു യൂണി ഡയമെൻഷണൽ ആയിട്ടാണ് വിമനെ പ്രൊജക്ട് ചെയ്യുന്നത് നമ്മുടെ മീഡിയ. ഈവൻ ദോ 36% വിമൻ ഇൻ ഇന്ത്യ അവർ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ഒക്കെയാണ്, പ്രൊഡ്യൂസേഴ്സ് ആണ്. അവർ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു ഡെക്കറേറ്റീവ് ഫംഗ്ഷൻ മാത്രമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പിന്നെ സെക്കൻഡ് പ്രോബ്ലം ഫോട്ടോഷോപ്പിംഗ് ആണ്. ഇത് ഫിലിപ്പ ഹാമിൽട്ടൺ പറഞ്ഞ ഒരു മോഡലാണ്. അവർ 2 ഓൾമോസ്റ്റ് സെയിം ടൈമിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ആണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് അവരുടെ പെൽവിസ് ബിക്കെയിം സ്മോളർ. പെൽവിസ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ്, ദിസ് ഏരിയ. അപ്പോൾ പെൽവിസ് ബിക്കെയിം സ്മോളർ ദാൻ ദ ഹെഡ്. അത് അനാറ്റോമിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പം എന്നിട്ട് പിന്നെ അവർ ഫയറും ചെയ്തു ബിക്കോസ് അവർ ടു ലാർജ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതൊരു വേറെ ഒരു ടെഡ് ടോക്ക് ആണ്. കാമറോൺ റസൽ പറഞ്ഞൊരു മോഡൽ. അവർ ഓൾമോസ്റ്റ് സെയിം ടൈമില് 2 ഫോട്ടോസും ഓൾമോസ്റ്റ് സെയിം ടൈം എടുത്തതാണ്. അപ്പൊ അവർ പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിലെ ഇമേജ് ദാറ്റ് ഇസ് നോട്ട് മീ. അതായത് അത് കോസ്റ്റ്യൂം ഡിസൈനർ, കോസ്മെറ്റിക്സ്, ഇതെല്ലാം ലൈറ്റിംഗ്, ഇത്രയെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫോട്ടോഷോപ്പും കൂടി കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ കൺസ്യൂമേഴ്സ് എന്താ കാണുന്നത്? ദേ ആർ ഓൺലി സീയിങ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പൊ എല്ലാ ഈ കൺസ്യൂമേഴ്സ് ആർ ആഫ്റ്റർ ദാറ്റ് ഇല്യൂസീവ് ബ്യൂട്ടി വിച്ച് ഇസ് ടോട്ടലി അൺഅറ്റൈനബിൾ. ഈവൻ ഈ മോഡൽസിന് പോലും ഇത്ര ഭംഗിയായിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റില്ല. പക്ഷെ സാധാ ജനങ്ങൾ ഇത് കണ്ടിട്ട് ഇതുമാതിരി ബ്യൂട്ടിഫുൾ ആവണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെയിറ്റ് ലോസ് ഇൻഡസ്ട്രിയും ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ഇൻഡസ്ട്രി ഇതൊക്കെ എപ്പോഴും പ്രോഫിറ്റബിൾ ആയിരിക്കുന്നത് ഇതൊറ്റൊരു കാരണം കൊണ്ടാണ്. ബിക്കോസ് വി ആർ നെവർ ഹാപ്പി വിത്ത് അവർ സെൽസ്. ഇതെല്ലാം പോയിട്ട് ഇപ്പൊ ഫെയർനെസ് ക്രീംസ്, അണ്ടർ ആം ഫെയർനെസ്, വെജൈനൽ ടൈറ്റനിങ്, വെജൈനൽ ബ്ലീച്ച്, ഇപ്പൊ ഇതെല്ലാം ഈ എല്ലാ പ്രൊഡക്ട്സും സെൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ടു ഗെറ്റ് ബാക്ക് ദ അറ്റൻഷൻ ഓഫ് ദ മാൻ ഇൻ യുവർ ലൈഫ്, നോട്ട് ഫോർ യുവർ സെൽഫ്. ഈ പ്രൊഡക്ട്സ് എല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ല, സ്ത്രീകളുടെ ലൈഫിലില്ല, ഈ മെയിൽസിനെ ഹാപ്പി എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ള പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. ഇത് ഡവ് ഗ്ലോബൽ ബ്യൂട്ടി ആൻഡ് കോൺഫിഡൻസ് റിപ്പോർട്ടാണ്. ഇതിൽ 10,500 മുകളിലെ ഗേൾസും വിമനെ ഒരു പഠനം നടത്തിയതാണ്. അപ്പൊ അവർ പറഞ്ഞത്
അവർക്ക് അവരുടെ ഫേസ് എങ്ങനെയാണെന്ന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർ ലുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇഷ്ടമായില്ലെങ്കിൽ അതിന് റിസൾട്ട് ഇതാണ്. അതായത് ഇമ്പോർട്ടൻറ്റ് ലൈഫ് ആക്ടിവിറ്റീസിന് ഡ്രോപ്പ് ഔട്ട് ചെയ്യും. ഒരു മാരേജ് അറ്റൻഡ് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവില്ല. എത്ര സ്ത്രീകളെന്ന് വെച്ചാൽ 10ൽ 9, 10ൽ 8 ഗേൾസും ഇത്ര പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്യും. പിന്നെ ഒരു ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാൻ പോവാതെ ഇരിക്കുക. അങ്ങനെ 10ൽ 9 വിമനും 10ൽ 7 ഗേൾസും ഇത്ര പേര്. പിന്നെ അതേമാതിരി ലുക്സിൽ കോൺഫിഡൻറ്റ് അല്ലാത്തതുകൊണ്ട് എസേർട്ടീവ് ആവാതെ ഇരിക്കുക. 10ൽ 5 സ്ത്രീകളും 10ൽ 7 ഗേൾസാണ്. പിന്നെ ബോഡി കോൺഫിഡൻസ് സൗത്ത് ആഫ്രിക്കയിലാണ് ഹയസ്റ്റ് കണ്ടത്. ഈ ഡവ് റിപ്പോർട്ട് തന്നെയാണ്. ഇന്ത്യയിൽ 40% വിമൻ മാത്രമേ ബോഡി കോൺഫിഡൻറ്റ് ആയിട്ടുള്ളൂ. പിന്നെ മീഡിയയുടെ ഒരു പ്രശ്നം, ഇന്ത്യൻ മീഡിയയുടെ പ്രത്യേകിച്ചും, അതായത് നോട്ട് പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ഹർ ഓൺ സ്റ്റോറിയാണ് ഈ വുമൻ. അതായത് കഥയിൽ വുമൻ ഉണ്ടെങ്കിലും അവരൊരിക്കലും അതിൻ്റെ അവർക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ല. അവർ ഒരു പ്രായമാകുമ്പോഴേക്കും ബ്രൈഡ് എസെൻഷ്യൽ കോഴ്സസ്, ബ്രൈഡ് ആയിക്കഴിഞ്ഞാൽ നല്ല വൈഫ് എങ്ങനെയാവണം, ഇങ്ങനത്തെയൊക്കെ കോഴ്സസ് ഒക്കെ പഠിപ്പിക്കുക. അതായത് നോട്ട് വാട്ട് ഷീ ഷുഡ് ഡു ഫോർ ഹെർസെൽഫ് ബട്ട് വാട്ട് ഷീ ഷുഡ് ബി ഡൂയിങ് ഫോർ ഹർ ഹസ്ബൻഡ് ആൻഡ് ഹിസ് ഫാമിലി. അത്രയേ ഉള്ളൂ. വേറൊരു ആഡിലത് ഐ ഡിഡ് നോട്ട് ചൂസ് മൈ ഹസ്ബൻഡ് ബട്ട് ഐ ക്യാൻ ചൂസ് മൈ ജ്വല്ലറി. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതായത് അവരുടെ ലൈഫിൽ അവർക്ക് ഇത്രയൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ജ്വല്ലറിയാണ് അവരിടാൻ പോണത് എന്ന്. പിന്നെ ഉള്ളതൊരു മെയിൻ പ്രോബ്ലം വരുന്നത് വിമനസ് ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷൻ ആണ്. മെയിൽ ഉണ്ടാവും ഇൻ ദ ഫ്രണ്ട് ആൻഡ് ഡെക്കറേറ്റീവ് ആയിട്ട്, ഫീമെയിൽസ് ഹു ഹാവ് നോ റോൾ ഇൻ ദ ഹോൾ പിക്ചർ. അതേമാതിരി ഇവിടെ അക്ഷയ് കുമാർ ബനിയൻ ഇട്ടിട്ട് ഹി ഈസ് ടെല്ലിംഗ് ദ വുമൻ ദാറ്റ് ഹർ ടോപ്പ് ബട്ടൺ ഇസ് ഓപ്പൺ. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ മെയിൽ മൊറാലിറ്റിക്ക് അതിലൊരു ചോദ്യമൊന്നുമില്ല. ഫീമെയിൽസ് മാത്രം ദേ ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ഹൗ ദേ ആർ. പിന്നെ ഉള്ളൊരു കാര്യം സ്റ്റീരിയോ ടൈപ്പിംഗ് ആൻഡ് ഒബ്ജക്ടിഫിക്കേഷൻ ആണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജ്വല്ലറി കാണുമ്പോഴേക്കും സ്ത്രീ കാല് വിടർത്തി വെക്കണം. മറ്റേ ഒന്നിൽ ക്യാബായിട്ട് കമ്പയർ ചെയ്യണം. അത് ക്യാബ് ഇസ് ചീപ്പർ ദൻ എ വുമൻ ദൻ യുവർ ഗേൾ ഫ്രണ്ട്. വേറെ ഒന്നിൽ ബൈക്കും ഗേളിനെ ഒരുമിച്ച് വെച്ചിട്ട് അവർ പറയുന്ന ഫൈനലി എന്താണെന്ന് വെച്ചാൽ I serve him day after day and don't expect much attention in return. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ ബൈക്കിനെ പറ്റിയല്ല പറയുന്നത്, ബൈക്കിനെ പറ്റിയാണ് പറയുന്നത്, നോട്ട് അബൌട്ട് ദ ഗേൾ, ബിക്കോസ് ഗേൾ വിൽ ആസ്ക് ഫോർ അറ്റൻഷൻ. അപ്പൊ ഇതൊക്കെയാണ് സ്റ്റീരിയോ ടൈപ്സ്. ദേ ആർ കമ്പയറിംഗ് എ വുമൻ ടു എൻ ഒബ്ജെക്ട്. ദാറ്റ് ഈസ് ഒബ്ജക്ടിഫിക്കേഷൻ ഹിയർ. അപ്പം സെക്ഷൽ ഒബ്ജക്ടിഫിക്കേഷനും കൂടി നടക്കും. അതായത് ട്രീറ്റിംഗ് എ പേഴ്സൺ ആസ് എ സെക്സ് ഒബ്ജെക്ട്. അപ്പൊ പണ്ട് നമുക്ക് ഈ വാംസ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ടുള്ള ഹെലൻ, കുക്കു ഇവരൊക്കെ ദേ യൂസ് ടു ഡു ദീസ് റോൾസ്. ഒരു ഡാൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ മെയിൻ സ്ട്രീം ആക്ട്രസസ് തന്നെ ഐറ്റം ഡാൻസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഇസ് ബിക്കമിങ് മോർ ആൻഡ് മോർ നോർമലൈസ്ഡ്. അപ്പോൾ ഇതിലൊരു കോൺസെപ്റ്റ് ഉള്ളത് ലോറ മുൾവേ പറഞ്ഞ ഒരു ഫെമിനിസ്റ്റ്, അവർ മെയിൽ ഗേസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മെയിൽ ഗേസ് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ചില സിനിമയിലൊക്കെ കാണാം, ജെയിംസ് ബോണ്ട് സിനിമയിലോ അല്ലെങ്കിൽ നമ്മുടെ മിക്ക ഹിന്ദി കമേഴ്ഷ്യൽ സിനിമ ഇപ്പോൾ കാണുന്ന എല്ലാം ക്യാമറ ഇങ്ങനെ പോയിട്ട് സ്ത്രീ ശരീരത്തിന്റെ മുകളിൽ ഇങ്ങനെ സൂം ഇൻ ചെയ്ത് ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ കാണിക്കും. അത് ബേസിക്കലി മെയിൽ ഗേസ് ആണ്. അപ്പോൾ ഫെമിനിസ്റ്റ് 3 കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. അതായത് ഹൗ മെൻ ലുക്ക് അറ്റ് വിമൻ, ഹൗ വിമൻ ലുക്ക് അറ്റ് ദെംസെൽസ് ആൻഡ് ഹൗ വിമൻ ലുക്ക് അറ്റ് അതർ വിമൻ. അപ്പോൾ വിമൻ സെൽഫ് ഒബ്ജക്ടിഫൈയും ചെയ്യും, വേറെ വിമനെയും കൂടി ഒബ്ജക്ടിഫൈ ചെയ്യും. അപ്പോൾ ഈ സെൽഫ് ഒബ്ജക്ടിഫിക്കേഷന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാം, ആങ്സൈറ്റി കൂടാം, academic performance might get impaired. Even STEM, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ്, ഇതിന് പോലും പെൺകുട്ടികളെ പോകാൻ മടിച്ചു എന്ന് വരും ഇഫ് ദേ ആർ someone who self objectify. പിന്നെ ബോഡി ഷേമിംഗ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഇതെല്ലാം സംഭവിക്കാം. പിന്നെ ഒരു സെക്ഷൽ ഹാരസ്മെന്റ് അറ്റ് വർക്ക്, അതായത് ടേക്ക് യുവർ വർക്ക് ഹോം. ഈ ആഡ് ഇറ്റ് വാസ് റിമൂവ്ഡ് ലേറ്റർ ബിക്കോസ് ഓഫ് സോ മച്ച് ഔട്ട്റേജ്. അതുമാതിരി വയലൻസ് അഗേൻസ്റ്റ് വിമൻ, ഇത് ഒരു കാറിന്റെ ആഡാണ്. ഇത് ഒരു ഗാങ് റേപ്പ് മാതിരി ഇല്ല, ഒരു സിനാറിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. താഴെയുള്ള ഫിഗർ ശരിക്കും പറഞ്ഞാൽ വോഗിൽ വന്ന ഒരു ഫോട്ടോ ഫീച്ചറായിരുന്നു. ഇത് ശരിക്കും ഡൊമസ്റ്റിക് വയലൻസ് അഗേൻസ്റ്റ് ഒരു സ്റ്റാൻഡ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് ബേസിക്കലി ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്, നത്തിങ് മോർ. പിന്നെ വീഡിയോ ഗെയിംസിന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാതെ. അപ്പൊ ഇപ്പൊ കണ്ടത് ഒരു വീഡിയോ ഗെയിമിലാണ്. ഇങ്ങനത്തെ ഈ വീഡിയോ ഗെയിംസിൽ ആക്ച്വലി ഇത് നോൺ പ്ലേയബിൾ ക്യാരക്ടേഴ്സ് ആണ്. ഈ
ഇതുമാതിരി കുറേ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കും. ചിലതിൽ പ്രൊട്ടാഗനിസ്റ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ ചിലതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ വയലൻസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അയാളെ നിർത്താം, ചിലതിൽ വേണമെങ്കിൽ നിർത്താം, അങ്ങനെയൊക്കെയുള്ള സിനാറിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇത്തരം വയലൻസ് അഗൈൻസ്റ്റ് വിമൻ കാണിക്കുമ്പോൾ അതിലൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വൾനറബിൾ ആയിട്ടുള്ള സ്ത്രീകൾ, അവരൊരു ഡിഫെൻസും തിരിച്ചു കാണിക്കുന്നില്ല. അവർ ആ വാട്ട് എവർ ഈസ് ബീങ് ഡൺ ടു ദെം ഈസ് ഡൺ ടു ദെം. അപ്പൊ ഇതിലൊരു വേറൊരു സ്റ്റഡി ഉണ്ടായത് എന്താന്ന് വെച്ചാൽ 2 സെറ്റ് ഓഫ് ആൾക്കാർക്ക് 2 ഡിഫറെന്റ് സെറ്റ് ഓഫ് മീഡിയാസ് വർ ഷോൺ. ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് 2 പേർക്കും വയലൻസ് അഗൈൻസ്റ്റ് വിമൻ കാണിച്ചു, പക്ഷെ ഒന്നില് വിമന്റെ പോർട്രിയൽ വാസ് എ സ്ട്രോങ് ക്യാരക്ടേഴ്സ്, മറ്റേല് ദേ വർ നോട്ട് സ്ട്രോങ് ക്യാരക്ടേഴ്സ്. അപ്പൊ ഇവര് കണ്ടത് എന്താന്ന് വെച്ചാൽ ഭയങ്കര വീക്ക് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള വേ സെക്ഷൽ വയലൻസ് വാസ് ഡൺ അഗൈൻസ്റ്റ് ദം. അത് കണ്ട സ്ത്രീകൾ ഭയങ്കര ആങ്സൈറ്റി ഉള്ള ആൾക്കാരും മെയിൽസിന് ഭയങ്കര നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അഗൈൻസ്റ്റ് വിമൻ ഉണ്ടായിരുന്നു. വെറസ് ദ അതർ ഗ്രൂപ്പ് ഡിഡ്ന്റ് ഷോ എനിത്തിങ്. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു സിനാറിയോയിൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ കാണിക്കുകയാണെങ്കിൽ ഇഫ് വിമൻ ആർ ഓൾസോ ഷോൺ ആസ് പുട്ടിംഗ് അപ്പ് റെസിസ്റ്റൻസ് ഓർ ആസ് സ്ട്രോങ് പീപ്പിൾ ജസ്റ്റ് ലൈക്ക് മെൻ, ദർ വുഡന്റ് ബി എനി ഡിഫറൻസ്. ഈ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ കാണിക്കുമ്പോൾ പ്രശ്നം വരുന്നത് ഷോയിങ് ദം ആസ് വൾനറബിൾ ക്യാരക്ടേഴ്സ്. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ ആന്റി ഫെമിനിസ്റ്റ് പലപ്പോഴും എന്ന് പറയാം. വാട്ട് അബൌട്ട് മെൻ? നിങ്ങൾ എപ്പോഴും വിമനെ പറ്റി പറയുന്നത്. അപ്പൊ മെന്റെ സംഭവം എന്ന് വെച്ചാൽ 96% ഓഫ് ദ ടൈംസ് വിമൻ ആർ ഒബ്ജക്ടിഫൈഡ്. ഇത് 50%, അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെക്ഷൽ ഒബ്ജക്ടിഫിക്കേഷൻ ആയിരുന്നെങ്കിൽ പോലും അത് ശരിയല്ല. അപ്പൊ ജീൻ കിൽബോൺ ഇതിനെ പറ്റി പറയുന്നത് എന്താ വെച്ചാൽ വിമനെ ഒബ്ജക്ടിഫൈ ചെയ്യുമ്പോഴൊക്കെ ദിസ് എ ത്രെറ്റ് ഓഫ് സെക്ഷൽ വയലൻസ്, ദിസ് ഓൾവേസ് ഇന്റിമിഡേഷൻ ആൻഡ് പോസിബിലിറ്റി ഓഫ് ഡേഞ്ചർ. അപ്പൊ ഈ ഡേഞ്ചർ നമ്മുടെ വിമന്റെ ലൈഫ് ഡിഫൈൻ ചെയ്യേണ്ട ലൈക്ക് ഇറ്റ് ഡസന്റ് ഡിഫൈൻ മെൻസ് ലൈഫ്സ്. പിന്നെ ഉള്ളൊരു കാര്യം ഷോക്ക് അഡ്വർടൈസിങ്. ഒരു ഈറ്ററിയാണ്, അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് ചെയിനാണ്. അവര് വി ഡോണ്ട് മൈൻഡ് ഇഫ് യു ടച്ച് അവർ ബൺസ് ഓർ ബ്രെസ്റ്റ്സ് ഓർ ഈവൻ അവർ തൈസ്. അപ്പൊ ഇത് ഭയങ്കര ഔട്ട്റേജ് ഉണ്ടായിട്ട് ദേ വർ ഫൈനലി ഫോഴ്സ്ഡ് ടു റിമൂവ് ദെയർ ആഡ്. അതേമാതിരി കാസ്റ്റേസം. ഇതിപ്പോ ഒരു 17th 18th സെഞ്ചുറിയിലെ അരിസ്റ്റോക്രസീസ്, പഴയ യൂറോപ്പിലെ അരിസ്റ്റോക്രസീസിന്റെ ഫോട്ടോ അവരുടെ ബാക്കിൽ ഈ ഒരു സ്ലേവ് ഇത് പിടിച്ചിട്ട് കൊടയം പിടിച്ചിട്ട് കാണിക്കാറുണ്ട്. അതേമാതിരിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ബേസിക്കലി കാസ്റ്റേസം ആണ്. ഇത് കൊടയം പിടിച്ചിട്ട് ഈ കുട്ടി ബാക്കിൽ നിൽക്കുന്നത് ഒരു ലോവർ കാസ്റ്റിലെ കുട്ടിയാണ്. അതേമാതിരി ദ ഫെയർ കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ബ്രാഹ്മിൻ ഗേൾ. ഇതെല്ലാം സ്റ്റീരിയോടൈപ്സ് ആയി. ഫെയർ ആണ്, പിന്നെ കാസ്റ്റേസം കൂടി കാണിച്ചു. അതേമാതിരി ഈ ഒരു ആഡ് നോക്കൂ. ഇതിൽ ഗിഫ്റ്റ് യുവർ വൈഫ് എ മെയ്ഡ്. ഇതിലിപ്പോൾ 2 പ്രശ്നങ്ങളാണ്. ഒന്ന് കാണിക്കുന്നത് എന്താ വെച്ചാൽ വീട്ടിലെ എല്ലാ പണികളും വൈഫിന്റെ ചുമതലയാണ്. രണ്ടാമത്തത് മെയ്ഡ് ഒരു സാധനമാണ് ഹസ്ബൻഡിന് ഗിഫ്റ്റ് ചെയ്യുക. ഹസ്ബൻഡ് ക്യാൻ ഗിഫ്റ്റ് മെയ്ഡ് ടു ദ വൈഫ്. പിന്നെ ഫാറ്റ് ഷേമിങ് അഗൈൻ. വൈ? ബിക്കോസ് എ വുമൻസ് വർത്ത് ഇസ് ബേസിക്കലി ഡിപെൻഡന്റ് ഓൺ വെദർ എ മാൻ ഫൈൻഡ്സ് എ ഡിസൈറബിൾ ഓർ നോട്ട്. അതുകൊണ്ടാണ് ഫാറ്റ് ഷേമിങ്ങും ഇത്രയും മോർ വിമൻ ഫേസ് ഇറ്റ് മച്ച് മോർ ദാൻ മാൻ വിൽ ഫേസ് ഇറ്റ്. പിന്നെ ഉള്ള സ്റ്റീരിയോടൈപ്സ് സിനിമയിൽ നമ്മൾ സ്ഥിരം കാണുന്ന സാക്രിഫൈസിങ് സെൽഫ് ഇഫേസിങ് സ്ത്രീകളായിരിക്കും. എനി വുമൻ ഹൂ ഇസ് ഡിഫറെന്റ് ഫ്രം ദിസ്, ഇത്തിരി ഡിഫറൻസ് ലെസ് ട്രഡീഷണൽ റോളിൽ കാണുകയാണെങ്കിൽ നമ്മൾ അവരെ പറ്റി നെഗറ്റീവായിട്ട് കാണുമല്ലോ. അതേമാതിരി ഫിസിക്കൽ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ അത് കാണാം. പിന്നെ വിമൻ ഇൻകേപ്പബിൾ ഓഫ് റാഷണൽ തിങ്കിങ്, അങ്ങനെയാണ് പൊതുവെ നമ്മൾ അധികം കാണുന്നത്. പിന്നെ വേറൊരു പ്രശ്നം സിസ്, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വിമൻ, ഏബിൾ ബോഡീഡ്, ഫെയർ, യങ്, ഇവരെ മാത്രമേ നമ്മൾ അധികം മീഡിയയിൽ കാണുന്നുള്ളൂ. സിനിമയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റേപ്പ് ആൻഡ് റിവെഞ്ച് തീംസ്, അതായത് വൈഫ് റേപ്ഡായി മരിച്ചു, അത് കഴിഞ്ഞ് ഹീറോ റിവെഞ്ച് എടുക്കുകയാണ്, പിന്നെ വേറൊരു ഗേൾ വരും, അവരും ഡിസ്പോസിബിൾ ആണ്. ഇതിൽ വിമന് വലിയ റോളൊന്നുമില്ല. അവർ മെയിലിന്റെ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ദേ ആർ ജസ്റ്റ് ആക്സസറീസ്. പിന്നെ സ്റ്റോക്കിംഗ്, റാഞ്ചന പറഞ്ഞ മൂവി ഭയങ്കര ഫേമസ് ആയത്. ആൻഡ് ഇറ്റ് വാസ് ക്രിട്ടിസൈസ്ഡ് ഓൾസോ ബിക്കോസ് സ്റ്റോക്കിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യാണ് ഇങ്ങനത്തെ മൂവീസ്. ദർ ആർ ലോട്ട് ഓഫ് മൂവീസ് ഹു ഹാവ് ഡൺ ദാറ്റ്. ഇപ്പോൾ ദിസ് ലോട്ട് ഓഫ് ഔട്ട്റേജ് ഓവർ സച്ച് മൂവീസ്. പിന്നെ നമ്മുടെ പല മലയാളം മൂവിയിൽ നോക്കിക്കഴിഞ്ഞാൽ ടോക്സിക് മാസ്കുലിനിറ്റി, ഞാനിപ്പോൾ എനിക്ക് വീഡിയോസ് കാണിക്കും, അപ്പോൾ അതിൽ കാണാം ഒരു റേപ്പ് ത്രെറ്റ് ആണത്. അപ്പൊ അതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, ഇതിലൊന്നും പറയാനൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോർട്രയൽ ഇത്ര മോശമാവണ സ്ത്രീകളുടെ? അതിന് പറയുന്നത് ലാക്ക് ഓഫ് വിമൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോമിനന്റ് പൊസിഷൻസ് ഇൻ മീഡിയ. അതായത് നല്ല ഈ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള, അതായത് പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ നോക്കാം. ഇത് ജെൻഡർ ബയസ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു സർവേ ആണ്. ഇതിൽ
ഇന്ത്യയിൽ കാണിക്കുന്നത് 9 ഡയറക്ടേഴ്സ്, 12 റൈറ്റേഴ്സ്, 15 പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ഇത്ര പെർസെൻറ്റേജ് ആൾക്കാരെ സ്ത്രീകളുള്ളൂ. ഇത് ഹോളിവുഡിലെ 2000 സ്ക്രീൻ പ്ലേസ് അവർ ഡയലോഗ് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തതാണ് ജെൻഡർ വൈസ്. ഇതിൽ 100% ബ്ലൂ കാണുന്നത് 100% മെൻ ആണ്, റെഡ് കാണുന്നത് മീൻസ് എൻ്റെ പറയണേ എക്സ്ട്രീംസാ പറയണേ 100% ഫീമെയിൽസ്. അപ്പൊ നമുക്കത് കാണാം ഡയലോഗ്സ് എത്ര സ്ക്യൂഡ് ആണ് ടുവേർഡ്സ് ദ മെയിൽ സൈഡ്. പിന്നെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൽസിനെ ബ്ലൂവിലാണ് കാണുന്നത്, അതായത് പെർസെൻറ്റേജ് ഓഫ് ഡയലോഗ് ബൈ ആക്ടേഴ്സ് ഏജ്. ഫീമെയിൽസിനെ നോക്കിക്കഴിഞ്ഞാൽ റെഡില് 40 ഇയേഴ്സ് കഴിഞ്ഞാൽ ഡ്രാസ്റ്റിക് ഡിക്രീസ് ആണ്. 40 ഇയേഴ്സ് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഡയലോഗ്സ് ഒന്നും ഉണ്ടാവില്ല സ്ത്രീകൾക്ക്. ആണുങ്ങൾക്ക് പക്ഷെ അങ്ങനെയുള്ളൊരു ഡിക്രീസ് കാണുന്നില്ല. 60 ഇയേഴ്സ് 65 ഇയേഴ്സ് പ്ലസ് എല്ലാം ദേ ഓൾ ഹാവ് ഡയലോഗ്സ്. ജെൻഡർ ബയസ് വിതൗട്ട് ബോർഡേഴ്സ് വേറെ ഒരു പോപ്പുലർ ഫിലിംസ് അക്രോസ് 11 കൺട്രീസിന്റെ കമ്പാരിസൺ ആണ്. ഇന്ത്യയുടെ നോക്കിക്കോളൂ, അതായത് വൺ ഓഫ് ദ ലോവസ്റ്റ് ആണ്. US UK കൊളാബറേഷൻ മാത്രമേ ഇതിനെക്കാട്ടും താഴെയുള്ളൂ. പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് 24.9%. പിന്നെ പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ ലീഡ്സ് ഓർ കോ ലീഡ്സ്, അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോളില്ല ഒരു കോ ആയിട്ട് ആക്ട് ചെയ്യുന്നത് 0 ആണ് ഫോർ ഇന്ത്യ. ഇന്ത്യ മാത്രമല്ല ഫ്രാൻസും ഉണ്ട് കൂട്ടിന്. പിന്നെ പെർസെൻറ്റേജ് വിത്ത് ബാലൻസ്ഡ് കാസ്റ്റ് എന്ന് വെച്ചാൽ 50% സ്പീക്ക് ചെയ്യുന്ന റോൾസ് മെയിലും ഫീമെയിലും നോക്കുമ്പോൾ അതും ഇന്ത്യക്ക് 0 ആണ്. ഇതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ലിപ്സ്റ്റിക് അണ്ടർ മൈ ബുർഖ ഇപ്പോൾ റീസെന്റ് അവർ പറഞ്ഞത് സെക്ഷുവൽ സീൻസ് ഉണ്ട്, അബ്യൂസീവ് വേർഡ്സ്, ഓഡിയോ പോർണോഗ്രഫി ആൻഡ് എ ബിറ്റ് ഓഫ് സെൻസിറ്റീവ് ടച്ച്. ഇതൊക്കെ മെയിൽ സെൻട്രിക് മൂവീസിൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. പക്ഷെ വെൻ ഇറ്റ് ഇസ് വുമൻ സെൻട്രിക് മൂവി ഇറ്റ് ഇസ് ബാൻഡ് ബൈ ദ സെൻസർ ബോർഡ്. ജീന ഡേവിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ജെൻഡർ ആൻഡ് മീഡിയ അവരുടെ പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽസ് ഇൻ സെക്സി അറ്റയേഴ്സ് ഈ 11 കൺട്രീസിന്റെ അതേ സ്റ്റഡി എന്നാണിത്. അതിൽ വിമന്റെ ഫീമെയിൽസ് ഇൻ സെക്സി അറ്റയേഴ്സ് 34.1%. വൺ ഓഫ് ദ കുറച്ച് ടോപ്പിലുള്ളത് നമ്മൾ തന്നെയാണ്. അതേമാതിരി ഫീമെയിൽസ് വിത്ത് ന്യൂഡിറ്റി അതും വൺ ഓഫ് ദ ഫ്യൂ ഹയസ്റ്റ് നമ്പേഴ്സ് നമ്മുടെ തന്നെയാണ്. ജർമ്മനിയും ഓസ്ട്രേലിയ മാത്രമേ ഹയർ ഉള്ളൂ. പിന്നെ എംപ്ലോയിഡ് ക്യാരക്ടേഴ്സിൽ അത് ഇന്ത്യയുടെ കാണുന്നത് 70% എംപ്ലോയിഡ് മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിൽ 38.8% വിൽ ബി ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഹു ആർ എംപ്ലോയിഡ്. പിന്നെ സ്റ്റെം ക്യാരക്ടേഴ്സ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ മീഡിയയിൽ കാണുന്നതാ പറയണേ. മീഡിയയിൽ നമ്മളിപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെം ജോബ്സ് ഈ ഒരു 10 മൂവീസ് അവർ സെലക്ട് ചെയ്തല്ല പറയണേ. 12 സ്റ്റെം ജോബ്സ് ഉണ്ട്. ആ 12 സ്റ്റെം ജോബ്സിൽ 91.7% മെയിൽസിന്റെ ക്യാരക്ടറിനാണ് ഈ ജോബുള്ളത്. 8.3 മാത്രമേ ഫീമെയിൽസിനുള്ളൂ. നമ്മുടെ ആക്ച്വൽ പോപ്പുലേഷനിലുള്ളത് 12.7% ആണ് ഫീമെയിൽ വർക്ക് ഫോഴ്സ് സ്റ്റെമില്. ഇനി വിക്ടിം ഷെയ്മിംഗിലേക്ക് വരാം. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു ഫീമെയിൽ ആക്ട്രസിന്റെ അബ്ഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പല മാധ്യമങ്ങളിലും അവരുടെ പേര് വരെ കൊടുത്തു. ചിലവർ അവരുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ലീക്ക് ചെയ്തു. ഇതേമാതിരി അപ്പോൾ എന്തുണ്ടാവണം ഇവിടെ എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു വിക്ടിമാണ്, അവരെ ഒന്നും കൂടി മീഡിയ വിക്ടിമൈസ് ചെയ്യാണ്. ഒരു കേസ് വേറെ ഉണ്ടായിരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. നാഗാലാൻഡ് വുമൻ എലജസ് റേപ്പ് അറ്റ് ഡിയർ പാർക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നോർത്ത് ഈസ്റ്റിലെ വിമനോടുള്ള അവഗണന. പിന്നെ ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് അവർ പബ്ന്ന് തിരിച്ചു വരികയായിരുന്നു, ആൻഡ് ഇന്ന സ്ഥലത്ത് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഡീറ്റെയിൽസ് ഒക്കെ അതുകൊണ്ട് ലീക്കായി. ഇപ്പോൾ ആരാന്ന് കണ്ടുപിടിക്കാൻ കുറേ അതിൽ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഈ പബ്ന്ന് തിരിച്ചു വരുന്നതൊക്കെ എന്താണ്? അഗൈൻ ദ വിക്ടിം ഇസ് ബീങ് വിക്ടിമൈസ്ഡ്. ദ റേപ്പിന്റെ ബ്ലെയിം മുഴുവൻ ഇസ് ബീങ് ദ ഓണസ് ഇസ് ബീങ് പുട്ട് ഓൺ ഹെർ. ദർ ഇസ് നോ ടോക്ക് അബൌട്ട് ദ റേപ്പിസ്റ്റ് ഹിയർ. പിന്നെ നമ്മൾ പറയുന്ന ഈ ബൈലൈൻസ് ന്യൂസിൽ വരുന്ന ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ ബൈലൈൻസിൽ 62% മെൻ്റെയാണ്, 38% മാത്രമേ വിമൻ അതിന് ക്രെഡിറ്റ് ഉള്ളൂ. വിമൻ ആർ ഓൺലി റെസ്പോൺസിബിൾ ഫോർ അബൌട്ട് 38%. അതേമാതിരി റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിൽ മെൻ സ്പോർട്സ്, ക്രൈം ആൻഡ് ജസ്റ്റിസിൽ കവറേജ് ചെയ്യും. സ്ത്രീകൾ അധികം ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനാണ്. ജെൻഡർ മീഡിയ മോണിറ്ററിംഗ് പ്രോജക്റ്റിന്റെ അനുസരിച്ചിട്ട് ന്യൂസ് സബ്ജക്ട്സ് ആയിട്ട് വരുന്നത്, അതായത് വെൻ വിമൻ ആർ ഇന്റർവ്യൂഡ് ഓർ ദേ ആർ ബീങ് എന്താ പറയുക പ്രൊജക്റ്റഡ് or they are being talked about, അത് 24% ഓഫ് ദ ടൈം മാത്രമേ ഉള്ളൂ. 76% മെയിൽസിനെയാണ് ഗ്ലോബലി. ഇന്ത്യയുടെ 22%ഉം 78% ആണ്. അതേമാതിരി വിമൻ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഗ്ലോബലി 37% ആർ വിമൻ, ഇന്ത്യയിൽ 34% ആർ വിമൻ. പിന്നെ പ്രിന്റ് മീഡിയയിൽ ഇമേജ് പോർട്രയൽ കാണുകയാണെങ്കിൽ നമ്മൾ അബൌട്ട് ഇത് കണ്ടാൽ നമുക്കറിയാം. ബിസിനസ് വിമൻ ഓർ കരിയർ വിമൻ 10%,
ഇത് 2015 പ്രിന്റ് മീഡിയയിലെ കുറച്ച് ഡേറ്റയാണ്. പിന്നെ ഇമാൻസിപ്പേറ്റഡ് വിമൻ, അതായത് ലിബറേറ്റഡ് വിമൻ 9.33 ആൻഡ് എംപ്ലോയിഡ് വിമൻ 8%. ബാക്കിയെല്ലാം ഡെക്കറേറ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അങ്ങനത്തെ ഫംഗ്ഷൻസ് മാത്രമായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. പിന്നെ വിമൻ പോർട്രേഡ് ഇൻ ഇന്ത്യൻ സിനിമ അതെടുക്കുകയാണെങ്കിൽ ടോപ്പ് 10 ഹിറ്റ് മൂവീസിലെ 2010 to 2015 ആ ടൈമിലാണ് 60 മൂവീസ് ഹാവ് ബീൻ ടേക്കൺ. ഐ തിങ്ക് പെർ ഇയർ ആയിട്ട് ചെയ്തതാണ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അധികവും റോൾസ് ഡിപ്പെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് മെയിൽ പ്രൊട്ടാഗണിസ്റ്റ് അങ്ങനെയൊക്കെയാണ്. അതിൽ ഇമാൻസിപ്പേറ്റഡ് ആയിട്ടുള്ളത് 11.66% ആണ്. ബാക്കി മോസ്റ്റ് ആർ ആൻഡ് കരിയർ ആയിട്ട് 8.33 ആണ്. ബാക്കി മെജോറിറ്റി ആർ ബീങ് ഷോൺ ഐദർ ആസ് ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ പാസീവ് റോൾസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ സോഷ്യൽ ഇഷ്യൂസ് ലെസ് ദൻ 9%ഉം ക്രൈം സ്റ്റോറീസ് ആണെങ്കിൽ 52 to 63% ഐറ്റംസ് ഒരു ന്യൂസ് പേപ്പറിൽ കിട്ടാൻ സാധ്യതയുണ്ട് അത്ര. ഇനി സ്പോർട്സ് എടുക്കാം. നമുക്ക് സ്പോർട്സിന്റെ ആന്റി മറിയയ്ക്ക് ഗോൾഡ് മെഡൽ ടെന്നീസിന് കിട്ടിയ സമയത്ത് BBC-യിലെ ഒരു പ്രസന്റർ പറഞ്ഞു യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് 2 ഗോൾഡ് മെഡൽസ് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ കറക്റ്റ് ചെയ്തു, അല്ല, സെറീന ആൻഡ് വീനസ് ബോത്ത് ഹാവ് ഗോട്ട് 4 each. അപ്പൊ ഇതാണ് സെക്സിസം ഇൻ സ്പോർട്സ്. അതേമാതിരി വൈഫ് ഓഫ് എ ബേസ് ലൈൻമാൻ വിൻസ് എ ബ്രോൺസ് മെഡൽ ടുഡേ ഇൻ റയോ ഒളിമ്പിക്സ്. അവരുടെ പേരൊന്നും പറയാതെ ഹസ്ബൻഡ് എന്താണ് ചെയ്യണത് അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതേമാതിരി ഫെൽപ്സിന്റെ സിൽവർ ടൈ was put as a bigger headline above Ledecky's world record. അതേമാതിരി നമ്മുടെ സാർദേശായി അവര് സാനിയ മിർസയോട് ചോദിച്ചത് റിട്ടയർമെന്റിനെ പറ്റി എന്താ, വെൻ ആർ യു ഗോയിങ് ടു സെറ്റിൽ ഡൗൺ, വാട്ട് അബൌട്ട് യുവർ ഫാമിലി, ഇതൊക്കെയാണ്. ഈ ചോദ്യങ്ങളൊക്കെ യൂഷ്വലി ഒരു മെയിൽ സ്പോർട്സ്മാൻ്റെ അടുത്ത് ഒരിക്കലും ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ഫീമെയിൽ സ്പോർട്സ്മാനോട് ചോദിക്കുക. അപ്പൊ ഈ മീഡിയയുടെ ഇതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇൻവിസിബിലിറ്റി ഓഫ് വിമൻ ആണ്, marginalization of work done by women, and media defines what is normal and defines how women are perceived by men. It normalizes rape culture and ഈ patriarchal family values reinforce ചെയ്യാണ്. അപ്പൊ ഇപ്പൊ ചേഞ്ചിങ് ട്രെൻഡ്സ് ഉണ്ട്. അതായത് കുറച്ച് നല്ല ആഡ്, തനീഷിന്റെ ആഡ് മതി, കുറച്ച് നല്ല ആഡ്സ് വരുന്നുണ്ട്. വേറൊന്ന് ഈ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ പെണ്ണ് കാണാൻ വരുമ്പോൾ അമ്മ പറയാണ്, ഈ സപ്പോസ് ഗ്രൂമിന്റെ അമ്മ പറയാണ് മോനൊരു കോഫി ഉണ്ടാക്കാൻ പോലും ഹി ഹാസ് ടു ഗോ ഔട്ട് സൈഡ്. അപ്പൊ ഇവര് വേഗം കോഫി മേക്കർ കൊടുത്തിട്ട് പറയാണ് വിസയുടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, 24 hour കോഫി മേക്കർ ആണ്. അപ്പൊ ഇങ്ങനെ. പിന്നെ വേറെ ഒരു ഇതുണ്ടായത് ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ സെക്ഷൽ ഹാരസ്മെന്റ് അറ്റ് ഓഫീസാണ്, താഴെ കാണുന്ന പിക്ചർ. അപ്പൊ അതില് ഇയാൾ എപ്പോഴും ചെയ്യുന്നത് മടുത്തിട്ട് ഈ കുട്ടി പറയാണ് ഇത്ര ബുദ്ധിമുട്ടണ്ട, ഞാൻ ഇപ്പൊ അഴിച്ച് കാണിച്ചു തരാം എന്താണ് ഉള്ളതെന്ന്. അപ്പൊ ഇതാണ് ക്ലിക്ക് ബൈറ്റ് ആർട്ടിക്കിൾ ആയിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ന്യൂസിൽ കാണിച്ചിരിക്കുന്ന ആ ഒരൊറ്റ ഇമേജ് ആണ്. അപ്പൊ ഇത് 2 വശമാണ് ഒരേ ആഡിന്റെ. പിന്നെ ഒരു നല്ല കാര്യം കാണുന്നത് ഇൻക്രീസ് ന്യൂട്രൽ പോർട്രയൽസ് ഓഫ് വിമൻ. പണ്ടത്തെ 2 സ്റ്റീരിയോടൈപ്സിന്റെ ഇടയ്ക്ക് കുറച്ചും കൂടി ന്യൂട്രൽ പോർട്രയൽസ് ഉണ്ട്. ആൻഡ് ആണുങ്ങളെ കുറച്ചും കൂടി നമ്മൾ ഈ പ്രൊഡക്ട്സിലൊക്കെ വീട്ടിലെ ഓരോ പ്രൊഡക്ട്സിൽ ആണുങ്ങളെ കുറച്ചും കൂടി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതേമാതിരി ലെസ്ബിയൻ, ബൈ, ട്രാൻസ് വിമൻ, ഇത് പഴയ സിനിമയിൽ പലതിലും ഭയങ്കര വിലിഫൈ ചെയ്ത ക്യാരക്ടേഴ്സ് ആയിരുന്നു ട്രാൻസ് വിമൻ. അവരെ ഭയങ്കര മോശമായിട്ട് അവർ ക്രിമിനൽസ് ആയിട്ടൊക്കെ കാണിക്കുക. അപ്പോൾ ക്രിമിനൽസ് ആര് വേണമെങ്കിൽ ആവാം, പക്ഷെ നമ്മൾ ഇത്ര പോലെ ആകെ അവർക്ക് കാണിക്കുന്ന ഒരു സമയം കൊണ്ട് നമ്മൾ അവരെ ഇങ്ങനെ ക്രിമിനൽസ് ആയിട്ട് കാണുമ്പോൾ യു ആർ സോർട്ട് ഓഫ് പുട്ടിങ് ദാറ്റ് ആസ് എ സ്റ്റീരിയോ ടൈപ്പ്. അപ്പൊ അതൊക്കെ അവിടെയാണ് പ്രശ്നം വരുന്നത്. അതേമാതിരി ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു ട്രാൻസ്സെക്ഷൽ ഇപ്പോൾ ഒരു ലീഡ് റോൾ ചെയ്യാൻ പോവാണ്. അതേമാതിരി മാർജറീറ്റ വിത്ത് സ്ട്രോ, അവർ ഇത് പുതിയൊരു സിനിമയാണ്. ഇതിൽ ഡിസബിലിറ്റി ആൻഡ് ബൈസെക്ഷുവാലിറ്റി ഒക്കെ നന്നായി ഡീൽ ചെയ്തിട്ടുണ്ട്. വൈഷ്ണവി സുന്ദർ, അവർ വിമൻ മേക്കിംഗ് ഫിലിംസ്, അവർ ഒരു ഷീ കോൺസെൻട്രേറ്റ്സ് ഓൺ വിമൻ ഹു ഹാവ് മെയ്ഡ് ഫിലിം ആൻഡ് ഓൾ. അവർ പറയുന്നത് ഈ മെയിൽ ബാഷിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഫൗൾ മൗത്ത് ആയിട്ട് കുറെ ചീത്ത പറയുന്ന ഒരു സ്ത്രീ ആയിട്ടല്ല സ്ട്രോങ് വിമൻ നമ്മൾ വിചാരിക്കണേ. ഇറ്റ്സ് സമ്മൺ ഹു ഈസ് കംഫർട്ടബിൾ ഇൻ ഹർ ഓൺ സ്കിൻ ഓഫ് ഫെമിനിനിറ്റി. ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യാൻ ചില നല്ല ഇന്റൻഷൻസോടെ, അതായത് ബഹു ബേട്ടിയാൻ ദൂർ നാ ജായേ, ഇത് ടോയ്ലറ്റ് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിൽ ഫൈനലി വന്നതെന്ന് വെച്ചാൽ വീട്ടിലെ ഡോട്ടറിനുള്ള അധികം ദൂരെ പോകേണ്ടി വരരുത്, അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ ടോയ്ലറ്റ് വീട്ടിലുണ്ടാക്കണം എന്ന്. ഫൈനലി അത് ബാക്ക് ഫയർ ചെയ്യും, ഇങ്ങനത്തെ ഒരു മെസ്സേജ്. അപ്പോൾ ഒരു ഡൈവേഴ്സിറ്റി പ്രൈമറി ബെഗ്ഡൽ ടെസ്റ്റ് നമ്മൾ പറയേണ്ടത്, അതായത് ഈ പ്രശ്നങ്ങൾ വിമന്റെ പോർട്രയൽ ബെറ്റർ ആക്കാൻ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് വെൻ എ ഫിലിം ഈസ് മെയ്ഡ് ഇറ്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 named women. They should talk to each other and it should be something else. They should not be talking about the man. അതേമാതിരി ഫിങ്ക് ബൈനർ ടെസ്റ്റ് ഉണ്ട്.
നമ്മൾ സയൻസിന്റെ ആർട്ടിക്കിൾസ് വെൻ സംതിങ് ഇസ് റിട്ടൺ അബൌട്ട് എ വുമൻ സയന്റിസ്റ്റ് അവരെ പറ്റി യൂഷ്വലി ഇതൊക്കെ എഴുതുക. അതായത് അവർ വുമൻ ആണ്, അവർ ഹൗ ഷീ ഗോട്ട് ടു ദാറ്റ് പൊസിഷൻ, ഓൾ ദ ഹാർഡ്ഷിപ്സ് ഷീ ഫേസ്ഡ്, കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, വെൻ ഷീ ഈസ് ഇൻ ഓഫീസ് ഹൗ ഷീ ടേക്സ് കെയർ ഓഫ് ഹർ കിഡ്സ്, ഹസ്ബൻഡിന്റെ ജോബ് എന്താ. അപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് ഇത് കുറച്ച് ടെസ്റ്റ് ആണ്. അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റോറി മെൻഷൻ ചെയ്യാൻ പാടില്ല. വെൻ ദ ന്യൂസ് കംസ് ദാറ്റ് ഷീ ഈസ് എ വുമൻ, ദ ഹസ്ബൻഡ്സ് ജോബ് എന്താണ്, ചൈൽഡ് കെയർ അറേഞ്ച്മെന്റ്സ്, ഇങ്ങനെ 7 പോയിന്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡ്യൂട്ടി കോൾ ഔട്ട് എവറി ടൈം ദർ ഇസ് എ യു സി എൻ ആഡ് ദാറ്റ് ഈസ് ഡൂയിങ് സംതിങ് റോങ്, കോൾ ഇറ്റ് ഔട്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് കോൾ ഔട്ട് ചെയ്തതാണ്. ICICI വാസ് ഫോഴ്സ് ടു ടേക്ക് ഡൗൺ ദ ആഡ്. ഇറ്റ് ഇസ് ബേസിക്കലി സെയിങ് ദാറ്റ് അല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വുമൻ ഷോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റണില്ല. അവരവരുടെ ഹസ്ബൻഡിനെ വിളിക്കണോ ഫോൺ, ഹു ഈസ് സിറ്റിംഗ് ഇൻ എ മീറ്റിംഗ്, അയാൾ അവിടെ നിന്ന് എണീറ്റിട്ട് ഹീസ് ഹെൽപ്പിംഗ് ഹർ ഷോപ്പ്. അപ്പോൾ ഷീ വാസ് ടെല്ലിങ് നല്ല ഏൺ ചെയ്യുന്ന എനിക്കൊരു ആപ്പ് ഉണ്ടാക്കി തരൂ, ബിക്കോസ് ഐ എം സോ ഫുള്ളിഷ് ഐ കനോട്ട് ബൈ മൈ ഓൺ ജ്വല്ലറി. ഫൈനലി ദേ വർ ഫോഴ്സ് ടു ടേക്ക് ഡൗൺ ദ ആഡ്. കോൾ ഔട്ട് എവറി ടൈം. ഇത് ഫേസ്ബുക്ക്, നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്കറിയാം റിലീജിയസ് സെന്റിമെന്റ്സ് ഹേർട്ട് എന്ന് പറയുമ്പോഴേക്കും റിമൂവ് ചെയ്യുന്ന ഓരോ ഇമേജസ് റിമൂവ് ചെയ്യുന്ന ഫേസ്ബുക്ക് ഇങ്ങനത്തെ ഇമേജസ് ഒന്നും പെട്ടെന്ന് റിമൂവ് ചെയ്തില്ല. കുറേ ഔട്ട്റേജ് കഴിഞ്ഞിട്ടാണ് ഫൈനലി ദേ വർ ഫോഴ്സ് ടു റിമൂവ് ഇറ്റ്. ടേപ്പ് ഹർ ആൻഡ് റേപ്പ് ഹർ, ഡോണ്ട് റാപ്പ് ഇറ്റ് ആൻഡ് ടാപ്പ് ഇറ്റ്. മറ്റത് പറയുന്നു നെക്സ്റ്റ് ടൈം ഡോണ്ട് ഗെറ്റ് pregnant. These are graphic images. കുറേ outrage കഴിഞ്ഞിട്ടേ അത് എടുത്തില്ലോ അവർ. So thank you. So whenever one person stands up and says wait a minute, this is wrong, it helps other people to do the same. So please do the same. Thank you. ഓൺലൈൻ ചോദ്യം കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഓൺലൈൻ ചോദ്യം ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ്. നേരത്തെ കാണിച്ച ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ, യൂറോപ്യൻ അല്ല, അത് അമേരിക്കൻ അതാണോ? അല്ല, ഒരു ഓഫീസിൽ വെച്ചിട്ട് ഇത് കാണിച്ചു തരാമെന്ന് പറയുന്ന. അപ്പം അത് ചോദിക്കുന്നത് അത് ഇയാൾ ഒളിഞ്ഞു നോക്കാൻ ശ്രമിക്കുമ്പോൾ അത് കാണിച്ചു തരാമെന്ന് പറയുന്നതാണോ, അങ്ങനെയാണോ അതിനെ കാണുന്നത്, അതോ അയാളെ ആ ഒരു പേരിൽ അയാളെ എക്സ്പോസ് ചെയ്യാനാണോ അത് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ഇതാണ്. അതായത് ഇതൊരു ക്ലിക്ക് ബെയ്റ്റ് ആർട്ടിക്കിൾ ആയിട്ട് ആ ഫോട്ടോ തന്നെ വെക്കുന്നത് ഒരു ക്ലിക്ക് ബെയ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ. ദാറ്റ്സ് വാട്ട് ഐ മെന്റ്. അതായത് ആ ആഡ് കുഴപ്പമില്ല, നല്ല ആഡാണ്, പക്ഷെ അതിന് ക്ലിക്ക് ബെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഈ മീഡിയ ഇങ്ങനത്തെ ഒരു ഇമേജ് ആണ് ഇട്ടത്. വിഷ്വൽ മീഡിയനോട് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അഡ്വർടൈസ്മെന്റ് കാര്യം മാം കുറെ കാര്യം പറഞ്ഞല്ലോ. അഡ്വർടൈസ്മെന്റ്സിന്റെ കാര്യമാണല്ലോ ആദ്യമായിട്ട് കുറെ പറഞ്ഞത്. അപ്പൊ അതിൽ കൂടുതൽ ഇപ്പം 90% മേലെയും വുമൻസ് ആണ് പോർട്രേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു സാധനം സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്നത് ഒന്ന് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ബൈയിങ് കപ്പാസിറ്റി കൂടുതലുള്ളത് മെൻസ് സൈഡിലാണുള്ളത് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ടാവില്ലേ വിമൻസ് കൂടുതൽ പോർട്രേറ്റ് ചെയ്യപ്പെടുന്നത്? അതായത് ഇപ്പോഴും കൂടുതൽ സ്ത്രീകളെയാണ് പരസ്യത്തിൽ കാണിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ബൈയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഉള്ളത് ഇപ്പോഴും മെൻസിന്റെ കയ്യിലാണ്. ഇപ്പോൾ സെക്ഷുവാലിറ്റി ബേസ്ഡ് അട്രാക്ഷൻ വരുന്നത് നോക്കുമ്പോൾ അത് കാരണമായിരിക്കില്ലേ സ്ത്രീകൾ കൂടുതൽ വരുന്നത്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ശരി തന്നെയാണ്, അത് ആക്സെപ്റ്റഡ് ഫാക്ട് ആണ്. അതായത് മെയിൽസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതന്നെയാണ്. അപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ വുമൻസ് ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് ബൈയിങ് കപ്പാസിറ്റി ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് മാറുമല്ലോ. ഇപ്പൊ ട്രെൻഡ്സും കുറച്ചും മാറി വരുന്നുണ്ട്. അപ്പൊ അതല്ലേ, അതായത് ശരി പറഞ്ഞോളൂ. ഓക്കെ ഫൈൻ. അത് ഞാൻ പറയാനുള്ളത് സ്വാഭാവികമായിട്ടൊന്നും ചേഞ്ച് ചെയ്യാറില്ല. ഇതൊക്കെ കുറെ ഔട്ട്റേജ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ചേഞ്ച് ചെയ്യാറുള്ളൂ. അതായത് ദീസ് തിങ്സ് വിൽ കണ്ടിന്യൂ ആസ് ലോങ് ആസ് നോബഡി സേസ് എനിത്തിങ് അബൌട്ട് ഇറ്റ്. നമ്മളിപ്പോൾ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നവരെ പൊതുവേ സ്റ്റാറ്റസ് കോ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യല്ലേ ചെയ്യുക. നമ്മൾ എല്ലാവരുടെയും തന്നെയല്ലേ കാണുന്നത്, അല്ലേ? അപ്പോഴും ആ മെയിൽ ബിക്കോസ് ഫീമെയിൽസ് വിൽ ബൈ എനിവേ എന്നുള്ള ഒരു ഇത് വരും ഓട്ടോമാറ്റിക്കലി. മനസ്സിലായില്ലേ? ദോ ഡെഫിനറ്റ്ലി ട്രെൻഡ് ഇസ് ചേഞ്ചിങ് ആൻഡ് നൗ എവറി ബിറ്റ് ഓഫ് സെക്സിസം ഇസ് ബീങ് ക്വസ്റ്റ്യൻ പുട്ട് അണ്ടർ ദ സ്കാനർ. അതുകൊണ്ട് എല്ലാം കുറച്ച് മാറി വരുന്നുണ്ട് പണ്ടത്തെക്കാട്ടും. സെക്ഷൽ ഒബ്ജക്ടിഫൈയിങ് ഉണ്ടായിട്ട് കൂടി തന്നെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ ഫെമിനിസ്റ്റ് ആശയങ്ങൾക്ക് തുരങ്കം വെക്കുകയാണോ? See, the thing is that a woman wanting to wear any type of clothing is not the problem. Basically, ഇതിവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ബേസിക്കലി commodification of the body.
of the woman's body. അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഒരു വുമൻ ഇഫ് ഷീ ഈസ് വെയറിംഗ് those clothes for herself, then that is okay. But ഇതിപ്പോ ഒരു ഫാഷൻ ഇൻഡസ്ട്രി തന്നെ ആ ബോഡീനെ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ലേ? അതല്ലേ ചെയ്യില്ല. ഫെമിനിസം ആൻഡ് ഫെമിനിസ്റ്റ് ആർ കോളിംഗ് ഇറ്റ് ഔട്ട്. That is all that is happening. We are against the exploitation of women. That is all. മെയിൽ ഗേസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ ഒരു ഫീമെയിൽ ഗേസിനെ പറ്റി, പ്രത്യേകിച്ചും ഹോളിവുഡിലെ എലിസബത്ത് ടൈലറുടെ ഗേസിനെ പറ്റി ഒരു പ്രിന്റ് മീഡിയ റിപ്പോർട്ടർ കൊടുത്ത റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഇൻ ഹെർ ഗേസ് there is a hidden hug. Hidden hug. Hugging. അപ്പോൾ അത് ഒരു മീഡിയ പാട്രിയാർക്കിയുടെ ഒരു വ്യൂ അല്ലേ അത്? അതൊരു സ്റ്റീരിയോടൈപ്ഡ് വ്യൂ അല്ലേ അത്? അതായത് എലിസബത്ത് ടൈലറുടെ ഗേസിൽ ഒരു ഹിഡൻ ഹഗ് കിടപ്പുണ്ട്. എനിക്ക് കണ്ടെക്സ്റ്റ് മനസ്സിലായില്ല. ചിലപ്പോൾ നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് ഐ ക്യാൻ ട്രൈ ആൻഡ് ആൻസർ ദാറ്റ്. ബേസിക്കലി ഞാനിപ്പോ ഇഫ് യു ടോക്കിംഗ് അബൌട്ട് ദ സെക്ഷൽ ഒബ്ജക്ടിഫിക്കേഷൻ മാക്സിമം ഓഫ് എ മെയിൽ, അപ്പോഴും ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ് നേരത്തെ 50-50, അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെക്ഷൽ ഒബ്ജക്ടിഫിക്കേഷനും ശരിയല്ല. എലിസബത്ത് ടൈലറുടെ ഗേസിനെ കമ്മോഡിഫൈഡ് ചെയ്യായിരുന്നു. ഒരു ഹഗ് ആണെങ്കിൽ പോലും ഐ തിങ്ക് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് മെയിൽസ് സെക്ഷലി ഒബ്ജക്ടിഫൈങ് വിമൻ, ഇറ്റ്സ് ഫാർ വേഴ്സ് ദാൻ ദാറ്റ് അല്ലേ? നമ്മൾ യൂഷ്വലി കാണുന്ന മെയിൽ ഗേസ് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫാർ, hug will not come anywhere near what we are actually talking about. ആ പ്രിന്റ് മീഡിയ റിപ്പോർട്ടർ ആക്ച്വലി എലിസബത്ത് ടൈലറുടെ ഗേസിനെ കമ്മോഡിഫൈ ചെയ്യായിരുന്നു. ബിക്കോസ് സെക്സ് സെൽസ്, as you said. നമ്മൾ മൂവീസിന്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ആൻഡ് മൂവീസ് ആണ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ മൂവീസ്. ഇപ്പം നമ്മളെല്ലാവരും മൂവീസ് കാണും. അപ്പം ഇപ്പം കഴിഞ്ഞ ഈ കുറച്ച് നാൾ മുമ്പ് ഈ ഭാവനയുടെ ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ വി ഹാഡ് എ ഡിസ്കഷൻ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഫാക്ടർ, ഇപ്പോൾ ഒരാളുടെ ഒരു ക്രിയേറ്റീവ് ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ ചെയ്യുന്നതിൻ്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള, അപ്പം നമ്മളിപ്പം ഈ ജോസഫ് എലക്സ് എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം മോഹൻലാൽ ചെയ്ത മറ്റ് നരസിംഹം അങ്ങനത്തെ കുറേ സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ ഈ മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് നമ്മൾ സീരീസുകളൊക്കെ നോക്കിയാൽ ഇപ്പം സീരിയൽ കില്ലേഴ്സിൻ്റെ ഈ സംഭവങ്ങളുണ്ട്. അവർ സീരിയൽ കില്ലേഴ്സിൻ്റെ അങ്ങനത്തെ കുറച്ച് വയലൻസ് കാണിക്കുന്ന പോലത്തെ ഇതുണ്ട്. അപ്പം ദാറ്റ് ഈസ് വൺ സൈഡ് നമ്മൾ നോക്കുമ്പോൾ ദർ ഇസ് എ പൊസിഷൻ വിച്ച് ഇസ് കോൾഡ് ക്രിയേറ്റേഴ്സ് ഫ്രീഡം, അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ത്രെഷോൾഡ് എവിടെയാണ്? അല്ലെങ്കിൽ നമുക്കപ്പോൾ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടറിനെ കാണിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലേ? അപ്പം അങ്ങനത്തെ ഒരു, ഇപ്പം ഈ ജോസഫ് അലക്സ് ഫോർ എക്സാമ്പിൾ, ഹീസ് എ മെയിൽ ഷോവനിസ്റ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പം നമ്മുടെ ആ ഒരു അതിൻ്റെ ഒരു ബൗണ്ടറി എന്താണ്? നമുക്ക് ഏതുവരെ കാണിക്കാം? അങ്ങനെ ഒരു ഇതുണ്ടോ? ഡെഫിനറ്റ്ലി. അതായത് ബൗണ്ടറി എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ മെയിലാണ്. അപ്പൊ ഇതിനെ ബേസിക്കലി ഒരു ടേം തന്നെ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ദ, അതായത് ഒരു സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടറിനെ ഇവിടെ നീ വെറും പെണ്ണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡ്യൂസ് ചെയ്യാണ്. അത് നമ്മളൊരു കൗണ്ടർ കാണുന്നില്ല അല്ലേ? ഇപ്പൊ നിങ്ങൾ കുറെ നമ്മൾ പഴയ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പലതിലും ഇങ്ങനെ തന്നെയാണ്. അതായത് ഒരു സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ ഉണ്ടാവും, അവരിങ്ങനെ ഇൻഡിപെൻഡന്റ് ആണ്, എല്ലാം ആണ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ സൂപ്പർ ഹീറോ മെയിൽ അവിടെ വരികയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷീ ജസ്റ്റ് ബിക്കംസ് എൻ ഓർഡിനറി പേഴ്സൺ. പിന്നെ അവരുടെ ഒരു ക്യാരക്ടറെ ഒന്നും അല്ലാതെ ആവാണ്. അങ്ങനെ പല സിനിമകളും, കന്മദം, അതിലൊക്കെ അങ്ങനെ തന്നെയാണ്. ആ സൂപ്പർ ഹീറോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സീറോ ആവാണ്. അപ്പൊ നിങ്ങൾ ഒരു മെയിലിനെ ചോവനിസ്റ്റ് കാണിക്കുന്നതിലല്ല പ്രശ്നം, പിന്നെ യു ആർ ഗ്ലോറിഫൈങ് ദാറ്റ് പേഴ്സൺ. ഇവിടെ ഫുൾ കയ്യടിയാണ്. നമ്മളവിടെ സിനിമാ തിയേറ്ററിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു നോസിയേറ്റിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. ഇങ്ങനത്തെ ഒരു ഷോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൈയടിക്കുക ചെയ്യണേ. അപ്പൊ ആൾക്കാർക്ക് അത് തെറ്റാണെന്നല്ല, അത് കാണുന്നില്ല. അപ്പൊ ചോവനിസ്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു, പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ഹൗ പീപ്പിൾ ആർ സീയിങ് ഇറ്റ് അല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വലിയ മനുഷ്യനാണ്, വുമൻ ആണ് വിഡ്ഢി. ഹീ ഈസ് ഹൗ പീപ്പിൾ ഷുഡ് ബി. അയാളാണ് ശരിയായില്ല. അപ്പൊ ഇത് എന്താ പറയാ, ഒരു ഭയങ്കര മിസോജനി തന്നെയാണ്. ഇങ്ങനത്തെ ഈ കാണിച്ചത് കിങ്ങിലെ കാണിച്ച ആ ഇതിൽ കണ്ടാൽ നമുക്കറിയാം അത് ഭയങ്കര മിസോജനിയാ. അപ്പൊ നിങ്ങൾ ഫീമെയിൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഒരു ഇൻഫീരിയർ ആയിട്ട് കാണിക്കാതെ അവരുടെ സ്വന്തമായിട്ട് അവർക്കൊരു ഇതുണ്ട്, അവർക്ക് അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. അത് കഴിഞ്ഞ ഇങ്ങനത്തെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് വുമൻ സ്റ്റാർട്ട് സീയിങ് ഹിം ആസ് ഇഫ് ഹീ സം ഗോഡ്. അതാണ് നമ്മൾ മിക്ക സിനിമയിലും കാണുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്.
അതായത് ഒരു ഇൻഡിപെൻഡന്റ് വുമനെ കാണിച്ചോളൂ, ഒരു മെയിൽ ചോവനിസ്റ്റിനെ ഒരുമിച്ച് കാണിച്ചോളൂ. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ദെൻ ഹി ബിക്കംസ് ദ ഗുഡ് പേഴ്സൺ ആൻഡ് ഷീ ബിക്കംസ് ഓർഡിനറി പേഴ്സൺ. അതുവരെ ഇൻഡിപെൻഡൻസും എല്ലാം ഉണ്ടായിരുന്ന ഒരു വുമൻ ഷീ ബിക്കംസ് ദാറ്റ് സ്റ്റീരിയോടിപ്പിക്കൽ സംസ്കാരി വുമൻ ആയിട്ട് മാറുകയാണ്. അത് കഴിഞ്ഞ പിന്നെ അവർക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി ഒന്നുമില്ല, കഴിഞ്ഞു, സീറോ. അടുത്ത ചോദ്യം. തൻ്റെ ശരീരം, തൻ്റെ സ്വാതന്ത്ര്യം, തൻ്റെ വസ്ത്രം, ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഒരു മീഡിയയിൽ അല്ലെങ്കിൽ ഒരു പരസ്യത്തിൻ്റെ ഭാഗമായി സ്വന്തം മനസ്സോടുകൂടി വരുന്നതിൽ എന്താണ് തെറ്റ്? അത് തെറ്റല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും നേരമായിട്ട് ഞാൻ പറയുന്നത് അതാണ്. അതായത് ഇപ്പോൾ ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് തന്നെ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ അത് അങ്ങനെയല്ല പലപ്പോഴും നമ്മൾ കാണുന്നത്. ഫോർ ദി മെയിൽ ഗേസ് അല്ലെങ്കിൽ ഫോർ ടു മേക്ക് യുവർ സെൽഫ് മോർ ഡിസൈറബിൾ ഫോർ ദ മാൻ ഇൻ യുവർ ലൈഫ്, അങ്ങനെയാണ് മിക്ക ഇതിലും അങ്ങനെയാണ്. അല്ലാതെ ഇപ്പം നിങ്ങൾ മെയിൽസിന്റെ ആഡ് നോക്കൂ, ബി എ കംപ്ലീറ്റ് മാൻ, റേമണ്ട്സിന്റെ നമ്മൾ സൂട്ട് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാൻ ആവാണ്. മറ്റതൊക്കെ നമ്മൾ ഫീമെയിൽസിന്റെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതിലും ഇങ്ങനെ കാണുന്ന ബോയ് ഫ്രണ്ടിനെ എങ്ങനെ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഹൗ ടു മേക്ക് യുവർ ഹസ്ബൻഡ് ഇൻട്രസ്റ്റഡ് ഇൻ യു അഗൈൻ, അതാണ് നമ്മൾ മോസ്റ്റ്ലി കാണുന്നത്. അതുകൊണ്ട് വിമന്റെ ആയിട്ട് സെൻട്രിക് ആയിട്ട് നമ്മളൊരു സാധനം കാണുകയാണ്, അത് പ്രശ്നമില്ല. അങ്ങനെയല്ല, ഇതിൽ പലതിലും ഉള്ളത് മെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ ഇതിലൊക്കെ കാണുന്നത്. ഈ സ്ത്രീ ശരീരം വിൽപ്പന ചരക്കാക്കിയിട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് നടക്കുന്നത്. ഇപ്പൊ ഇതിനൊരു പരിഹാരം, ഇതിനൊരു വേറൊരു സംസ്കാരം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു ചെറിയൊരു ലോക്കൽ ചാനൽ ട്രിവാൻഡ്രം ബേസ്ഡ് ചെയ്യുന്ന കക്ഷിയാണ്. അപ്പം ഞാൻ ഒരു ദിവസം ഒരു 1-2 പരസ്യമാണ് എൻ്റെ ഇതിനുള്ളത്. അപ്പൊ രാത്രി ഞാന് വേറൊരു സംസ്കാരം, നമുക്ക് സ്ത്രീ ശരീരം മാർക്കറ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഇപ്പം കൈരടിയിലായാൽ അതിൽ 7:30 ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ് 2 സ്ത്രീകളിരുന്ന് പറയുന്ന കാര്യത്തിനാണ് റേറ്റിംഗ് കൂടുതൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം. അപ്പൊ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംസ്കാരം, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ തന്നെ, ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു ലോക്കൽ ചാനൽ നടത്തുന്നതിന് എനിക്ക് ആകെ 2 പരസ്യമേ ഉള്ളൂ. രാത്രി ഒരു 11-11:30 ഇരുന്ന് ഷക്കീലയുടെ പടം കുത്തിയിരുന്നിട്ടിട്ട് പിറ്റേന്ന് ആ പൈസ മേടിക്കാൻ പോയാലേ പുള്ളി തരത്തുള്ളൂ. അപ്പൊ ഇത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ അത് ഇടാതെ എനിക്ക് 2 പരസ്യത്തിന് പോയാൽ ആ പരസ്യത്തിനുള്ള പൈസ കിട്ടത്തില്ല. അപ്പൊ മറ്റൊരു സംസ്കാരത്തെ ഒരു പരിഹാരം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. അല്ല, അത് ഉണ്ടാവാനാണ് ഞാൻ പറയുന്നത്. നമ്മൾ കോൾ ഔട്ട് ചെയ്യുക, അതായത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ, അതുകൊണ്ടാണ് ഫെമിനിസ്റ്റ് ഇതെല്ലാം കോൾ ഔട്ട് ചെയ്യണേ. അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ മാറിയിരിക്കണത്. അല്ലെങ്കിൽ എല്ലാവരും അവരുടെ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിൽ തന്നെയാണ് പോണത്. അതിപ്പോ നിങ്ങളെല്ലാം എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പൊ ഇതിലൊക്കെ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കാൻ, നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡ് നമ്മൾ എടുക്കുക. എല്ലാവർക്കും എല്ലാം ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യാം, അതന്നെ സാധിക്കുള്ളൂ. നമ്മൾക്ക് പറ്റണ എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലതുകൊണ്ട് എവിടേക്ക് പ്രശ്നം കാണുന്നു, ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അപ്പം തന്നെ അത് കോൾ ഔട്ട് ചെയ്യുക. ഒരു ഓൺലൈൻ ചോദ്യം കൂടിയുണ്ട്. ഓൺലൈൻ, What's your take on women objectifying women and men, or being totally comfortable with being objectified? Recently, Justin Trudeau was being objectified for having a perfect ass, despite he himself being a feminist and doing a better job as the Prime Minister of Canada. ഞാനത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെക്ഷൽ ഒബ്ജക്ടിഫിക്കേഷൻ ഇസ് നോട്ട് ദി ആൻസർ ടു ദിസ്. പിന്നെ ആൾക്കാർ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള പറയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. ആസ് ഐ സെഡ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അതായത് 50% മെയിൽ, ഇപ്പം 96% വിമനാണ് ഒബ്ജക്ടിഫൈഡ് ആവുന്നത്. അതിൽ 50% വിമനും 50% മെന്നും ഒബ്ജക്ടിഫൈഡ് ആയാൽ പോലും അത് ഈക്വൽ ആവില്ല. അറ്റ് ദ സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒബ്ജക്ടിഫിക്കേഷൻ്റെ കൂടെ ഒരു ഡേഞ്ചർ ഓഫ് ഫിസിക്കൽ വയലൻസിൻ്റെ ഒരു ത്രെറ്റ് ഉണ്ട്, വിച്ച് ഇസ് നോട്ട് ദെയർ ഫോർ മെൻ. അപ്പം അത് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് സിനാറിയോ ഈവൻ ഫോർ മെൻ. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഡൺ ടു മെൻ. ആൻഡ് നേരത്തെ ഇത് ഓൾറെഡി ഞാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു ആക്ച്വലി ഇൻ എ വേ. FT മീറ്റിൽ പോലും ഹരിത ഒഴിച്ചുള്ള വനിതകളെല്ലാം ജെൻഡർ ഇഷ്യൂസ് മാത്രമാണ് പ്രസന്റ് ചെയ്തത്. മറ്റ് സബ്ജക്ട്സ് എല്ലാം മെയിൽസ് ആണ് ഹാൻഡിൽ ചെയ്തത്. വൈ സോ? വാട്ട് ഇസ് റോങ് വിത്ത് ദാറ്റ് എന്ന് എനിക്ക് ചോദിക്കണം എന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ വെരി ബിഗ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇൻ അവർ ഫ്രീ തിങ്കിങ് കമ്മ്യൂണിറ്റി. ഇത്രയും മിസോജിനി, സെക്സിസം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ഇതൊന്നും പറയേണ്ടി വരാത്തൊരു കാലം വരുന്നത്, വി ആർ ഓൾ ഗോയിങ് ടു വെൽക്കം ദാറ്റ്.
ഇതിന് സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, ജെൻഡർ ഇഷ്യൂസ് എന്നുള്ളത് ആയിരുന്നെങ്കിൽ അത് കിഷോർ കുമാർ അടക്കം ഇവിടെ ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. മറ്റത് ഉദ്ദേശിച്ചത് ഫെമിനിസ്റ്റത്തെ കുറിച്ചാണെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് പറയാൻ ഏറ്റവും പ്രാപ്തരായിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ്. അവരുടെ പാറ്റേണേജ് ഏറ്റെടുക്കേണ്ട ആവശ്യം മറ്റ് മെയിൽസിന് ഇല്ലാത്തത് കൊണ്ടാണ് അത് അവർ തന്നെ പറയണം, അല്ലെങ്കിൽ അവർ പറയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. രണ്ടാമത്തത് ഫെമിനിസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് സംശയമില്ലാത്തതുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ ഇതിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഈ സ്ത്രീ ശരീരത്തിന് എന്തുകൊണ്ടാണ് ഒരു പുണ്യപാവനമായ കാര്യമായി കാണുന്നത്? സ്ത്രീകൾക്ക് അവരുടെ ശരീരം കൊമോഡിഫൈ ചെയ്യാനും അത് വിറ്റിട്ട് ആണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാനും ഉള്ള അതല്ലേ ഒരു ഐഡിയൽ സിറ്റുവേഷൻ? നമ്മൾ എന്തുകൊണ്ടാണ് ഇതെന്തോ പരിഭാവനമായ കാര്യമാണ്, കൊമോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല, എന്തുകൊണ്ട്? വൈ വി ഷുഡ് ഗോ ഫോർ കൊമോഡിഫിക്കേഷൻ? ഗേൾസ് ഷുഡ് കം അപ്പ് ആൻഡ് കൊമോഡിഫൈ ദംസെൽസ് ആൻഡ് ഗെറ്റ് മണി ഔട്ട് ഓഫ് ദ പോക്കറ്റ്സ് ഓഫ് മെൻ. Isn't it that ideal situation or ideal thing we should be looking out for? ഇങ്ങനെ പിന്നെ കോൾ ഔട്ട് ചെയ്ത പിന്നെ കൊമോഡിഫിക്കേഷൻ നമ്മുടെ നാട്ടിൽ പിന്നെ റേപ്പും അങ്ങനെയുള്ള സെക്ഷൽ ഇതൊക്കെ കൂട്ടുന്നു എന്നുള്ളതിന് എന്ത് പിന്നെ ഒബ്ജക്റ്റീവായ തെളിവാണുള്ളത്? റേപ്പും പെണ്ണുങ്ങളെ പിന്നെ ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചരിത്രാതീതമായ കാലം മുതലേ, സോഷ്യൽ മീഡിയയും TV ഒന്നും ഇല്ലാതിരുന്ന കാലം മുതലേ ഉണ്ടായിരുന്നതല്ലേ? എന്തുകൊണ്ടാണ് why can't we strive for a time where women can come out and commodify themselves and get money out of men's pocket? Congratulations. Only you can talk, only a male can talk like this. Because for women, it's a very personal issue. You can talk about this as if it's happening to someone else. But for us, it's our daily reality. Namukadingane kaanam pattilla. Very sorry.